സാറേ, ഇന്നലെ CPM-ന്റെ മുതിർന്ന നേതാവായിട്ടുള്ള AK ബാലൻ പറഞ്ഞൊരു കാര്യമാണ്. നീർവേലിൽ കുഞ്ഞിരാമൻ സഖാവ് അദ്ദേഹം കൊല്ലപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപകടം ഉണ്ടായ സമയത്ത് വസൂരി വന്ന് കിടന്നിരുന്ന പിണറായി വിജയൻ ഓടിച്ചെന്നിരുന്നു എന്നൊക്കെ. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ആരാണ് ഈ പറയുന്ന കുഞ്ഞിരാമൻ? ഈ പിണറായിക്ക് വസൂരി വന്നവിടെ കിടക്കായിരുന്നൊന്നും നമുക്കറിയില്ല. എന്തായിരുന്നു അതിന്റെ വാസ്തവം? അതിൽ രണ്ട് പ്രശ്നമാണുള്ളത്. ഒന്ന്, ഈ വസൂരി നിർമാർജനം ചെയ്ത് കഴിഞ്ഞിരുന്നു കേരളത്തിൽ ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് പിണറായി വിജയനും വസൂരി വരിക എന്നുള്ളൊരു സംഭവം ഉദിക്കുന്നില്ല. പിണറായി വിജയൻ അന്ന് MLA ആണ്. ഒരു MLAക്ക് ഒരു മസൂരിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ആഗോള പ്രശ്നം ആകുമായിരുന്നു. കാരണം മസൂരി അങ്ങനത്തെ ഒരു നിർമാർജനം ചെയ്തൊരെണ്ണം വന്നു കഴിഞ്ഞാല് അത് ദേശീയ തലത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്ന അവസ്ഥ അന്ന് രാജ്യത്ത് ഉള്ളതാണ്. രണ്ടാമത്തത് ആണ് കുറേയും കൂടി ഗൗരവമുള്ളത്. ഈ ഞാനും നിയമസഭയിൽ CPM സഖാക്കൾ പലപ്പോഴും ഭയങ്കരമായിട്ട് ഈ ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണെന്ന് പറഞ്ഞിട്ടേ ഇപ്പോൾ ഈ കലാശക്കൊട്ട്, അതായത് വലിയ ചില ചർച്ച നടക്കുമ്പോൾ അവസാനം ചില ആളുകളെ ഇവരെ ഇറക്കും, നന്നായിട്ട് പ്രസംഗിക്കുന്നു വിശ്വസിക്കുന്ന ആളുകളെ. ശിവദാസ മേനോൻ ഉദാഹരണം, ഏറ്റവും അവസാനം കലാശക്കൊട്ടിന് ഇറക്കുന്നത്. പിന്നെ S. ശർമ്മ, TK ഹംസ, ഇങ്ങനെ അപ്പുറത്ത് നിന്ന് ആര്യാടൻ മുഹമ്മദ്, ഇങ്ങനെ ചില ആളുകളുണ്ട് നിയമസഭയില്. അപ്പൊ ഇവര് പലപ്പോഴും പല വർഗീയ കലാപങ്ങളും ഒക്കെ നടക്കുമ്പോൾ മോസ്കുകൾ സംരക്ഷിച്ചത് ഞങ്ങളുടെ സഖാക്കളാണ് എന്ന് പറഞ്ഞിട്ട് അവര് രോമാഞ്ചത്തോടു കൂടിയൊക്കെ പറയാറുണ്ടായിരുന്നു. അത് എത്രമാത്രം സത്യമാണെന്നുള്ളതാണ്. ഈ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ സഖാവ് അങ്ങനെ ഒരു ഘട്ടത്തിൽ സംരക്ഷിച്ചു എന്ന് പറഞ്ഞു വരുത്താനാണ്. അങ്ങനെ ഒരു കലാപ സമയത്ത് നിർവേലിയിൽ കൂത്തുപറമ്പടുത്ത് സഖാവ് കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടപ്പോൾ വസൂരി പിടിച്ചു കിടന്ന പിണറായി വിജയൻ കുളിക്കുക പോലും ചെയ്യാതെയാണ് ഓടിയെത്തിയത് എന്നാണ് ബാലൻ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് സത്യമാകാൻ സാധ്യത ഈ കുളിച്ചിരുന്നില്ല എന്നുള്ളത് മാത്രം ആണ്. ബാക്കിയുള്ളതിലൊന്നും കഥയില്ല. കാരണം കുഞ്ഞിരാമൻ എങ്ങനെയാണ് മരിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത് നമ്മൾ പഴയ പത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 1972 ജനുവരി 4 സഖാവ് കുഞ്ഞിരാമൻ കൊല്ലപ്പെടുന്നത്. പിണറായി വിജയൻ മറ്റേ കൂത്തുപറമ്പ് MLA ആകുന്നത് 1970 ആദ്യം. ചെറിയ പ്രായമല്ലേ ഉള്ളൂ അന്ന്. ഇന്ത്യയിൽ ഏറ്റവും അവസാനത്തെ വസൂരി ചരിത്രപരമായി 1975 മെയ് 15 ബീഹാറിലാണ് വന്നത്. ഏറ്റവും ഒടുവിലത്തെ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ MLA ആയിട്ട് അല്ലേ ഈ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ട് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്ന് പറയാം. അവസാനം ബീഹാറിൽ, കേരളത്തിലൊക്കെ നിർമാർജനം ചെയ്തു പോയ ശേഷം. അപ്പോൾ കേരളം അടക്കമുള്ള ഈ തെക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ അത് എത്രയോ മുമ്പേ മസൂരി നിർമാർജനം ചെയ്തു പോയി. പിന്നെ വല്ല അസുഖം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ സ്മോൾ പോക്സോ ചിക്കൻ പോക്സോ ഇങ്ങനത്തെ വല്ലതും ആയിരുന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണമല്ലോ ബാലൻ. അല്ലെങ്കിൽ മസൂരി പിടിച്ചു കിടന്ന എന്ന് പറയേണ്ട പ്രശ്നമില്ല. അതൊരു നോട്ടിഫയബിൾ ഡിസീസ് ആയിട്ടാണ് മസൂരി വരുന്നത്. എന്ന് പറഞ്ഞാൽ എവിടെ ഇന്ത്യയിൽ അത് കണ്ടാലും അത് തീവ്രമായിട്ട് കൈകാര്യം ചെയ്യും കേന്ദ്ര സർക്കാർ. അതാണ് അങ്ങനത്തെ അസുഖമാണത്. അപ്പോൾ 1972 ഒരാൾക്ക് ഇവിടെ ഒരു സാധാരണ മനുഷ്യന് വസൂരി ഉണ്ടായാൽ തന്നെ വലിയ വിഷയമായിരിക്കും അത്. പിന്നെയാണ് ഒരു MLAക്ക്. അപ്പൊ രേഖയിൽ അങ്ങനെ ഉണ്ടോ? അത് ബാലൻ വിശദീകരിക്കട്ടെ. മസൂരിയാണ് എന്നെങ്കിൽ ആ ചികിത്സാ രേഖകളൊക്കെ ആയിട്ട് വിശദീകരിക്കട്ടെ. അപ്പോൾ ഒരു അസാമാന്യ തള്ളാണ് ബാലൻ തള്ളിയിരിക്കുന്നത്. ഇത് പിണറായി വിജയന് വേണ്ടിയാണെന്ന് നമുക്ക് തോന്നും. എന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനങ്ങളൊക്കെ സെക്രട്ടറിക്ക് പകരം ബാലൻ വിശദീകരിക്കുന്ന പോലൊരു പത്രസമ്മേളനമായിരുന്നു. പിണറായി വിജയന് ഇളവ് കൊടുക്കും, അദ്ദേഹം തന്നെയായിരിക്കും നയിക്കുക, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു. അതെ അതെ. അതിന്റെ കൂടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യവും പറഞ്ഞു. UDF അധികാരത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോ ഈ അന്നത്തെ കലാപത്തെ പറ്റി ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഇതൊക്കെ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും അന്വേഷിച്ച് കണ്ടുപിടിച്ച് PT തോമസ് വിശദീകരിച്ചിട്ടുണ്ട്.
PT തോമസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി നിയമസഭയിൽ തന്നെ കുഞ്ഞിരാമൻ വ്യാജകഥ പൊളിച്ചിട്ടുണ്ട്. അതായത് കുഞ്ഞിരാമൻ കൂത്തുപറമ്പിൻ്റെ അടുത്തുള്ള ഒരു കള്ളുഷാപ്പിൽ കുത്തേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. കാരണം കള്ളു കുടിച്ചിട്ട് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഷാപ്പ് ഉടമയായിട്ട് തർക്കം ഉണ്ടായിട്ട് ആ തർക്കത്തിൽ കുത്തേറ്റ് മരിക്കുകയാണ് ചെയ്തത്. അല്ലാതെ കലാപസ്ഥലത്തൊന്നുമല്ല കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത്. പക്ഷെ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത് കലാപവുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് ഇവർ ചമച്ചിരിക്കുന്ന ഒരു കഥ ആണ് CPM. അപ്പോൾ തലശ്ശേരി കലാപം കാലത്ത് മുസ്ലിം പള്ളികൾ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞിരാമൻ രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് CPMന്റെ തിരക്കഥ. പൊട്ടത്തെറ്റ. കാരണം ഈ തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ടിട്ടല്ല കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് പത്രവാർത്തകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. മറ്റേ ഷാപ്പിലെ കത്തുകുത്തിലാണ് എന്നുള്ളത്. തലശ്ശേരി കലാപത്തിന്റെ വാർത്തകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ആ കലാപത്തിൽ എവിടെയും കുഞ്ഞിരാമന്റെ പേരില്ല. അപ്പോൾ ഈ കുഞ്ഞിരാമന്റെ രക്തസാക്ഷിത്വമൊക്കെ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും CPMകാർ ഡെസ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറൊക്കെയുണ്ട് നിയമസഭയിൽ. വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കലാപം അന്വേഷിക്കാൻ വിധേയത്തിൽ കമ്മീഷനെ നിയമിച്ചിട്ട് വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിലും കുഞ്ഞിരാമന്റെ പേരില്ല. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിലും കുഞ്ഞിരാമൻ എവിടെയില്ല. 30 പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതിൽ 14 മുസ്ലിം പള്ളികളും തകർത്തത് കമ്മ്യൂണിസ്റ്റുകളാണ് എന്ന് വിധേയത്തിൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മോസ്കുകൾ സംരക്ഷിക്കുകയല്ല ചെയ്തത്, 14 തകർക്കുകയാണ് ചെയ്തത് എന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ ആ കാലത്തെ പത്രങ്ങളിലൊന്നും കുഞ്ഞിരാമൻ കഥയില്ല. ഈ തലശ്ശേരി കലാപം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് നിയമസഭ ചേരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിയമസഭാ സമ്മേളനം. അപ്പൊ ആ ഭാഗത്തു നിന്ന് വരുന്ന MLA ആയിട്ടുള്ള പിണറായി വിജയൻ പ്രസംഗിച്ചിരിക്കണമല്ലോ. ആ പ്രസംഗം നമുക്ക് നിയമസഭാ രേഖകളിൽ നിന്ന് ലൈബ്രറിയിൽ നിന്ന് എടുക്കാം. PT തോമസ് അത് എടുത്തു. തലശ്ശേരി കലാപത്തിനെ പറ്റി പ്രസംഗിക്കുകയാണ് പിണറായി വിജയൻ അന്ന്. ആ പ്രസംഗം മുഴുവൻ എടുത്ത് നോക്കി PT. അതിലും കുഞ്ഞിരാമന്റെ പേരില്ല. അന്ന് കുഞ്ഞിരാമൻ ഇങ്ങനെ മഹത്തായ ഒരു കൃത്യം ചെയ്ത് രക്തസാക്ഷിത്വം വഹിച്ചെങ്കിൽ അത് പിണറായി വിജയൻ പറയില്ലേ? ആദ്യത്തെ പ്രസംഗമല്ലേ കലാപം കഴിഞ്ഞിട്ട്, അതിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അന്ന് കൂത്തുപറമ്പ് MLA ആണ് പിണറായി വിജയൻ. പിണറായി വിജയൻ കലാപത്തെ പറ്റി പ്രസംഗിച്ചു, പക്ഷെ അതിൽ കുഞ്ഞിരാമനില്ല. അപ്പോൾ 16 കിലോമീറ്റർ അകലെ ആണ് ഈ കലാപസ്ഥലത്ത് നിന്ന് 16 കിലോമീറ്റർ അകലെ കൂത്തുപറമ്പിലാണ് കത്തിക്കുത്തിൽ കുഞ്ഞിരാമൻ കൊല്ലപ്പെടുന്നത്. അതിൻ്റെ കഥ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പിണറായി വിജയൻ അന്ന് പിന്നീട് ഒരിക്കൽ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ PT തോമസും കൂടി ഉള്ളപ്പോൾ മതന്യൂനപക്ഷങ്ങൾ പലപ്പോഴും പീഡനം നേരിടേണ്ടി വന്നപ്പോഴൊക്കെ ഞങ്ങളാണ് സഹായിച്ചത് എന്ന് പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ഒന്ന് വഴങ്ങാമോ എന്ന് PT തോമസ് ചോദിച്ചു. ഒരു കാര്യം, ചിലപ്പോൾ ഈ പ്രസംഗിക്കുന്ന ആൾ വഴങ്ങിയില്ലെങ്കിൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവിടെ ഇരിക്കും ഈ പ്രസംഗിക്കുന്ന ആൾ വഴങ്ങുന്നതായിട്ട്. പിണറായി വിജയൻ ഇരുന്നു. എന്തെങ്കിലും ചെറിയ ചീള് കാര്യമായിരിക്കും ചോദിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ PT തോമസ് അന്ന് ചോദിച്ചു, കുഞ്ഞിരാമൻ കൂത്തുപറമ്പില്, നിങ്ങളിങ്ങനെ പറയാറുണ്ട്, കുഞ്ഞിരാമൻ കൂത്തുപറമ്പില് കള്ള് ഷാപ്പിൽ കത്തിക്കുത്തേറ്റല്ലേ മരിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പൊട്ടിത്തെറിച്ചു പിണറായി വിജയൻ. പ്രതീക്ഷിച്ചില്ല അദ്ദേഹം ഒരു കള്ളക്കഥ പൊളിയാന്നുള്ളത്. അപ്പോൾ എന്നിട്ട് ഉമ്മൻചാണ്ടിയോടൊക്കെ കൈ ചൂണ്ടിട്ട് നിങ്ങൾ ഇയാളെ ഇങ്ങനെ കയറൂരി വിടരുത്, ഇയാളെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചു. ഇതിന്റെ ഉത്തരം പറയുന്നില്ല, ഇങ്ങനെ പൊട്ടിത്തെറിച്ചു. ഒരു 2.5 മണിക്കൂർ ഇങ്ങനെ വാഗ്വാദമൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ ഉമ്മൻചാണ്ടിയോടും നിയമസഭാ കക്ഷി, ഞങ്ങളുടെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോടൊന്നും ആലോചിക്കാതെ ഞാൻ പറയുന്നു, ഈ കുഞ്ഞിരാമൻ കള്ള് ഷാപ്പിലല്ല കുത്തേറ്റ് മരിച്ചത് എങ്കിൽ ഞാൻ രാജിവെക്കാം MLA സ്ഥാനം എന്ന് PT അന്ന് പറഞ്ഞു നിയമസഭയിൽ. അപ്പോൾ അവിടെ മുട്ടിമടക്കി ഇരിക്കുക ചെയ്തത് പിണറായി വിജയൻ. ഇതാണ് ഈ കുഞ്ഞിരാമൻ്റെ കഥ. അതാണ് വീണ്ടും
ബാലൻ ആവർത്തിച്ചത്. അപ്പൊ കുറച്ചു കാലമായിട്ട് നിയമസഭയിലെ പ്രസംഗത്തിലൊന്നും ഈ കുഞ്ഞിരാമൻ കഥ ഇല്ലായിരുന്നല്ലോ. അപ്പൊ വീണ്ടും ഒരു പുതിയ തലമുറയ്ക്ക് മുമ്പിലേക്ക് AK ബാലൻ എടുത്തിടുകയാണോ ചെയ്തത്? അതായത് AK ബാലൻ ഇത് വേറെ ഇപ്പൊ നമ്മളിപ്പോ ഇത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, നമ്മളിപ്പോ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ഓർമ്മയുള്ള ആളുകളൊക്കെ. എന്നാ പിണറായി വിജയനെതിരെ ഒരു സാധനം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിണറായി വിജയനെതിരെ AK ബാലൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇങ്ങനെ ഇടക്കിടക്ക് പത്രസമ്മേളനം എന്നുള്ള വ്യാജേന? അങ്ങനെയും പണികൾക്ക് സംശയം ഉണ്ടാവുന്നുണ്ട്. കുഞ്ഞിരാമന്റെ കഥയൊക്കെ അത്യാവശ്യം ഇപ്പോ പല ആളുകൾക്ക് ഓർമ്മയുണ്ട്, PT ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളതുകൊണ്ട്. പിന്നെ എന്തിനാണ് ബാലൻ ഇത് ആവർത്തിച്ചത്? അപ്പോൾ ബാലൻ ഇറങ്ങുന്നത് വെറുതെ അല്ല, പിണറായിയെ സഹായിക്കാൻ സംരക്ഷിക്കാൻ എന്നുള്ള ഒരു ബാഹ്യ കവചം എടുത്തിരുന്നു. പക്ഷെ ഉള്ളിൽ വേറെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാം, അല്ലെ? ഉണ്ടാകണം, അതാണ് നമുക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.